നമുക്ക് അടുത്തൊരു ടോപ്പിക് നോക്കാം. ലെങ്ത് ഓഫ് ആർക്ക്. ആർക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷന്റെ കാര്യമാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കൊരു സർക്കിൾ നമ്മൾ എടുക്കുന്നത് സർക്കിൾ ആട്ടോ. ഈ ഒരു സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്. സർക്കിളിന്റെ സെന്റർ ഇതാണ്. ഇപ്പം ഞാൻ ഇങ്ങോട്ടൊരു റേഡിയസ് മാർക്ക് ചെയ്യാണ്. ഇത് സെന്റർ O ആണ്. റേഡിയസ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാണ്. ആറാണ് റേഡിയസ് എന്ന് വിചാരിക്കുക. ഇനി വേറൊരു പോയിന്റിലേക്ക് കൂടെ ഞാൻ മാർക്ക് ചെയ്യാണ്, ലൈൻ വരയ്ക്കുകയാണ്. അതും എന്തായിരിക്കും? റേഡിയസ് R എന്നായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ആർക്ക് ഉണ്ടായി അല്ലേ. ഇത്രയും ഒരു പോർഷൻ ഏതാണ് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഒരു പോർഷൻ നമ്മൾ എന്താണ് വിളിക്കുക? ആർക്ക് എന്നാണ് വിളിക്കുക. സർക്കിളിൻ്റെ ഒരു പോർഷൻ നമുക്ക് ആർക്ക് എന്നാണ് വിളിക്കുക. അപ്പം ഈ ആർക്കിന്റെ ലെങ്ത് ഇവിടെ വരെയും തൊട്ട് ഇവിടെ വരെയുള്ള ഈ ആർക്കിന്റെ ലെങ്ത്തിനെ ഞാനിപ്പോൾ L എന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആംഗിൾ ഉണ്ടല്ലേ, ഈ രണ്ട് റേഡിയസിൻ്റെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യും. ആംഗിളിന് ഞാനിപ്പോൾ തീറ്റ എന്ന് കൊടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആർക്കിന്റെ ലെങ്തിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് L ഈസ് ഈക്വൽ ടു R ഇൻറ്റു തീറ്റ. ഈ റേഡിയസ് ഇൻറ്റു തീറ്റ ചെയ്താൽ മതി. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു നോക്കുക, എളുപ്പമാണ് കേട്ടോ. L ഈസ് ഈക്വൽ ടു എന്താണ്? R തീറ്റ ആണ്. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതിലെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ആണെന്ന് പറഞ്ഞാണ് അല്ലേ. അപ്പോൾ ആ തീറ്റ എന്ന് പറയുന്നത് എപ്പോഴും റേഡിയനിലായിരിക്കണം. ഏത് മെഷറിലായിരിക്കണം? റേഡിയൻ മെഷറിലായിരിക്കണം. അതായത് ഡിഗ്രി മെഷറിലാവാൻ പാടില്ല. റേഡിയൻ മെഷറിൽ മാത്രമേ ഈ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ പഠിച്ചോളാം കേട്ടോ. തീറ്റ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. തീറ്റ എപ്പോഴും റേഡിയനിലായിരിക്കണം. L എന്താണ്? ഈ ഉണ്ടായിരിക്കുന്ന ആർക്കിന്റെ ലെങ്ത് ആണ്. R എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ സർക്കിളിന്റെ റേഡിയസ് ആണ്. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? അതിനിടയ്ക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് അല്ലേ. ഇനി ഇതിനെയും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. ദ മിനിറ്റ് ഹാൻഡ് ഓഫ് എ വാച്ച് ഈസ് 1.5 സെന്റിമീറ്റർ ലോങ്. ഹൗ ഫാർ ഡസ് ഇറ്റ് സ്റ്റിപ്പ് മൂവ് ഇൻ 40 minutes? യൂസ് പൈ ഈക്വൽ ടു 3.14. ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു വാച്ച് ഉണ്ടല്ലേ, ആ വാച്ചിന്റെ മിനിറ്റ് ഹാൻഡിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ വാച്ചാണ് ഇതെന്ന് വിചാരിക്കുക, വാച്ചിന്റെ ഡയലാണ് ഇതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന്റെ മിനിറ്റ് ഹാൻഡ് ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇവിടെയാണ് ഇപ്പോൾ മിനിറ്റ് ഹാൻഡ് ഇരിക്കുന്നതെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്കറിയാം വാച്ചിന്റെ ഡയലിൽ ഇപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? ഇവിടെ 12 ആണ്, ഇവിടെ 6 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 9 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിന്റെ ലെങ്ത് പറയുന്നുണ്ട്. മിനിറ്റ് ഹാൻഡിന്റെ ലെങ്ത് എത്രയാണെന്ന് പറയുന്നുണ്ട്? ഫസ്റ്റ് സെൻസിൽ 1.5 സെന്റിമീറ്റർ ലോങ് ആണെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 1.5 സെന്റിമീറ്റർ ലോങ്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഹൗ ഫാർ ഡസ് ഇറ്റ് ടിപ്പ് മൂവ് ഇൻ 40 minutes? 40 minutes എത്തുമ്പോൾ ഇതിന്റെ ടിപ്പ് എത്ര ദൂരമായിരിക്കും പോകുന്നതുണ്ടാകുന്നത് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഈ ഒരു 6 എത്തുമ്പോഴത്തേനും എത്ര മിനിറ്റ് കവർ ചെയ്തിട്ടുണ്ടാവും? 30 മിനിറ്റ് കവർ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അതായത് ഇവിടെ 1, ഇവിടെ 2 ഒക്കെ ആണെങ്കിൽ 5, 10, 15 അങ്ങനെ ഇങ്ങനെ പോയിട്ട് ഇവിടെ 30 മിനിറ്റ് ആവും അല്ലേ. പിന്നെ ഇവിടെ 7, ഇവിടെ 8 കൊടുക്കുകയാണ്. അപ്പോൾ 7 എത്തുമ്പോൾ ഇത് 30 ആണ്, 35 ആണ്, ഇതാണ് 40. അപ്പോൾ നമ്മുടെ മിനിറ്റ് ഹാൻഡ് എവിടെ വരെ എത്തി? ഈ 12 ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കവർ ചെയ്തിട്ട് ഇവിടെ കവർ ചെയ്ത് ഇതാ ഇവിടെ എത്തി. അതായത് ഇവിടെ ഇരുന്ന ഈ മിനിറ്റ് ഹാൻഡ് എവിടെ എത്തി? ഇങ്ങനെ ഓരോന്നും 5 മിനിറ്റ്, 10 ആയി, 15 ആയി, 30 ആയി, 35 ആയി, 40 ആയി. 40 minutes എത്താൻ വേണ്ടിയിട്ട് എത്ര ദൂരം കവർ ചെയ്തു? അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ ദൂരം അല്ലേ. അതായത് ഈ കാണുന്നതാണ് നമ്മുടെ ദൂരം. ഇതെന്ന് വെച്ചാൽ എന്താണ്? ഒരു സർക്കിളിന്റെ ആർക്കായിട്ട് മാറി അല്ലേ. അതായത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ആർക്കിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അതിന്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ, എന്താണ്? L ഈക്വൽ ടു R തീറ്റ. അതിൽ L എന്താണ്? ലെങ്ത് ഓഫ് ആർക്കാണ് അല്ലേ. അതായത് ഈ ആർക്കിന്റെ ലെങ്ത് ആണ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അടുത്തത് R എന്ന് വെച്ചാൽ എന്താണ്? റേഡിയസ് ഓഫ് സർക്കിൾ ആണ് അല്ലേ. ആ ആർക്കിന്റെ റേഡിയസിനെയാണ് നമ്മൾ പറയുന്നത്. അതെത്രയാണെന്ന് ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറിയാം അല്ലേ. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എന്താണ്? ഇതിന്റെ റേഡിയസ് എത്രയാണെന്ന് പറയുന്നുണ്ട്? 1.5 സെന്റിമീറ്റർ ലോങ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് അതും കിട്ടി, 1.5 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. അടുത്തത് നോക്കി തീറ്റ അല്ലേ. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ആണ്. അതായത് ഇവിടെ നിന്നും 40 minutes എത്താൻ വേണ്ടിയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു ആംഗിൾ ആണ് നമുക്ക് വേണ്ടത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? ഇവിടെ നിന്ന് ഇവിടെ വരെ എത്താനുള്ള ടോട്ടൽ ആംഗിൾ എത്രയാണ്? ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തിയാൽ എത്ര ആയിരിക്കും? 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സർക്കിളിനെ 12 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. നമുക്കറിയാം നമ്മുടെ ക്ലോക്കിലെല്ലാം 12 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ 1ലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉള്ള ഡിഗ്രി എത്ര ആയിരിക്കും? എത്ര ആംഗിൾ ആയിരിക്കും ഇവിടെ മേക്ക് ചെയ്യുക? നമുക്കറിയാം അല്ലേ. എന്താണ്? 360 ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ മതി. കാര്യം 12 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ആംഗിൾ എത്ര നമുക്കറിയാം? 360 എന്നറിയാം. അതായത് ഒരു ഡിവിഷൻ കവർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിവൈഡഡ് ബൈ 12 ആണ്, 30 ഡിഗ്രി ആണ്. അപ്പോൾ 1 കിട്ടി അല്ലേ. ഇനി ഇവിടെ 2ലാണ് എത്തിയിരുന്നുണ്ടെങ്കിലോ? ഇവിടെ 30 ആണെന്ന് നമുക്കറിയാം, ഇതും 30 ആണ്. അപ്പോൾ എത്രയായി? 60 ആയിട്ട് മാറും അല്ലേ. അപ്പോൾ ഇവിടെ വരെ എത്താൻ എത്ര ആയിരിക്കും? 30 + 30 + 30 എത്രയാണ്? 90 വരും അല്ലേ. അതായത്
ഒരു ഡിവിഷൻ കവർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആംഗിൾ ആണ് എത്രയാണ് 30 ഡിഗ്രി. അങ്ങനെയാണെന്നെങ്കിൽ 8 ഡിവിഷൻസ് കവർ ചെയ്യാൻ വേണ്ടി എത്ര എടുക്കും 8 × 30 ഡിഗ്രി, അതായത് 240 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ ഈ ഇക്വേഷൻ L=r θ ഇടാനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടി. പക്ഷേ ഇത് പറഞ്ഞപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീറ്റ എന്ന് പറഞ്ഞാൽ എന്തിലായിരിക്കണം, ഡിഗ്രിയിലായിരിക്കണം, അല്ല റേഡിയനിലായിരിക്കണം. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്തിലാണ്, ഡിഗ്രിയിലാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിലെ റേഡിയനിലേക്ക് മാറ്റുക, എളുപ്പമാണ് അല്ലേ. പൈ ഡിവൈഡഡ് ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4π/3 എന്ന് വന്നു. തീറ്റ നമുക്ക് റേഡിയനിൽ കിട്ടി. ഇനി നമുക്ക് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി, ഈ ലെങ്ത് കിട്ടും അല്ലേ, ഈ ആർക്കിന്റെ ലെങ്ത് കിട്ടും. L=r θ, അതായത് 1.5 സെന്റിമീറ്റർ ആണ് r എന്ന് പറയുന്നത്. തീറ്റ എന്ന് പറയുന്നത് എത്രയാണ് 4π/3 ആണ്. ഇത് നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് 6.28 സെന്റിമീറ്റർ എന്ന് കിട്ടും. കാൽക്കുലേറ്ററിൽ എങ്ങനെയാണ് ചെയ്യുക, അതായത് ന്യൂമറേറ്ററിലുള്ള ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. 1.5 × 4 × പൈക്ക് വേണ്ടിയിട്ട് ഷിഫ്റ്റും ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പൈ വന്നു /3 എത്ര കിട്ടിയത് 2π എന്ന് കിട്ടും. അതായത് ഇവിടെ SD എന്ന് പറയുന്നതുകൊണ്ട് അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 6.28 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അടുത്തൊരു ഈസി ക്വസ്റ്റ്യൻ നോക്കാം. If the arcs of same length in two circles subtended angle 65 degree and 110 degree at the center, find the ratio of their radii. രണ്ട് സർക്കിളുണ്ട്. അപ്പോൾ ഒരു സർക്കിൾ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്, വേറൊരു സർക്കിൾ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. രണ്ടിന്റെ സെന്റർ ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഈ സർക്കിളിൽ ഞാനൊരു ആർക്ക് മാർക്ക് ചെയ്യുകയാണ്, ഇവിടുത്തെ ഈ സർക്കിളിൽ ഞാൻ ആർക്ക് മാർക്ക് ചെയ്യുകയാണ്. ഈ രണ്ടിന്റെ ലെങ്ത് സെയിം ആണെന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ട് കേട്ടോ. ആർക്കിന്റെ ലെങ്ത് സെയിം ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാണെങ്കിൽ ഇവിടെ എല്ലാണെന്ന് പറയുന്നത്. രണ്ടിന്റെ സെയിം ലെങ്ത് ആണെന്നാണ് ഫസ്റ്റ് സെന്റൻസ് പറയുന്നത് അല്ലേ. ഇത് ആർക്ക് ഓഫ് സെയിം ലെങ്ത് ഇൻ ടു സർക്കിൾ, ആർക്ക് ഓഫ് സെയിം ലെങ്ത് ഇൻ ടു സർക്കിൾ സബ്ടെൻസ് ആംഗിൾസ് 65 ഡിഗ്രി ആൻഡ് 110 ഡിഗ്രി അറ്റ് ദ സെന്റർ. അപ്പോൾ ഫസ്റ്റ് സർക്കിളിൽ ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇവിടുത്തെ സെന്ററിലേക്കുള്ള ആംഗിൾ ആണ് അവർ പറഞ്ഞിരിക്കുന്നത് എത്രയാണ് 65 ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇവിടെ സെന്ററിലേക്ക് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 110 ഡിഗ്രി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യം മാത്രമാണ് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താണ് കണ്ടുപിടിക്കുക, എന്താണ് ഇതിന്റെ രണ്ടിന്റെയും റേഡിയസിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ രണ്ട് റേഡിയസ് ഉള്ള സർക്കിളാണ് കേട്ടോ. അതായത് ഇതിനിപ്പോൾ ഞാൻ R1 എന്ന് കൊടുക്കുകയാണ്, ഇതിന്റെ റേഡിയസ് ഞാൻ R2 എന്നും കൊടുക്കുകയാണ്. അപ്പൊ ഇത്രയും കാര്യം നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്, ഇതിന്റെ രണ്ടിന്റെ റേഡിയസിന്റെ റേഷ്യോ, അതായത് ഒന്നുകിൽ നമ്മൾ R1 R2 കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ R2 R1 കണ്ടുപിടിക്കണം. ഇപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന്. നമുക്കറിയാം ഇതിപ്പം ലെങ്ത് ഒക്കെ ഈക്വൽ ആണെന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ഇക്വേഷൻ നമുക്കറിയാം, ലെങ്ത് ഓഫ് ആർക്കിന്റെ ഇക്വേഷൻ എന്താണ്, L=r θ. അപ്പോൾ ഫസ്റ്റ് സർക്കിളിനെ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് സർക്കിളിനെ ഞാൻ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണ്. ലെങ്ത് നമ്മളിപ്പോൾ എത്ര കൊടുത്തത്, എല്ലാന്ന് കൊടുത്തത് അല്ലേ. അപ്പം ഞാൻ ഇവിടെ എഴുതുകയാണ് ഫസ്റ്റ് സർക്കിളിന്റെ കാര്യമാണ്. ഫസ്റ്റ് സർക്കിളിൽ ആര് എഴുതുന്നത് L=r θ ആണ് ക്വസ്റ്റ്യൻ. R എന്താണ്, റേഡിയസ് ആണ്. ഇവിടുത്തെ നമ്മൾ റേഡിയസ് എത്ര കൊടുത്തിരിക്കുന്നത് R1 എന്നാണ് നമ്മൾ നെയിം ചെയ്തിരിക്കുന്നത്. പിന്നെ ആംഗിളിനെയും ഇപ്പൊ തൽക്കാലം ഇതിന്റെ ആംഗിൾ 65 ഡിഗ്രി ആണ് അല്ലേ. ഞാനിപ്പോൾ θ1 എന്ന് കൊടുക്കാം കേട്ടോ. ഈ ആംഗിൾ θ1 എത്രയാണ് 65 ഡിഗ്രി. ഇവിടുത്തെ ആംഗിളിനെ θ2 വേറൊരു പേര് കൊടുക്കുകയാണ്, θ2 എന്ന് കൊടുക്കുകയാണ്. θ2 എത്രയാണ് 110 ഡിഗ്രി ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പം θ1 ഇങ്ങോട്ട് ഇടുകയാണ്. അപ്പോൾ ഇക്വേഷനിൽ എഴുതാൻ വേണ്ടി എന്താണ് L=r θ ആണ്. അപ്പോൾ L=r1 × θ1. അപ്പോൾ അവിടുത്തെ ഇക്വേഷനായി. അടുത്ത് സെക്കൻഡ് സർക്കിളിന്റെ കേസ് എടുക്കുകയാണെന്ന് വെച്ചോളൂ. എന്താണ് സെക്കൻഡ് സർക്കിളും എന്താണ് റേഡിയസ് × θ. ഇവിടുത്തെ റേഡിയസ് എത്ര നമ്മൾ പേര് കൊടുത്തത് R2 × θ. ഇവിടെ θ ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആംഗിളിന്റെ പേര് നമ്മൾ എത്ര കൊടുത്തത് θ2 എന്നാണ് കൊടുത്തത്. അപ്പോൾ അത് രണ്ട് നമുക്ക് കിട്ടി. അപ്പോൾ നോക്കി രണ്ട് ഇക്വേഷൻ കിട്ടി. L=r1 θ1, L=r2 θ2. രണ്ടിനും L എന്നാ നമ്മൾ കൊടുത്തതല്ലേ. കാര്യം എന്താ, രണ്ടിന്റെ ലെങ്ത് സെയിം ആയതുകൊണ്ടാണ് നമ്മൾ L എന്നാണ് കൊടുത്തത്. അല്ലെങ്കിൽ നമുക്ക് L1 L2 എന്ന് കൊടുക്കാറുണ്ട്. പക്ഷെ ക്വസ്റ്റിൽ പറയുന്നത് രണ്ടിന്റെ ലെങ്ത് സെയിം ആണെന്ന്. ഇവിടെ നോക്കി രണ്ട് ലെങ്ത്തും സെയിം ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഈ രണ്ട് ഇക്വേഷനോട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. കാര്യം എന്താണ്, ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ടും സെയിം ആണ്, നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ലെങ്ത് രണ്ട് സെയിം ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം, R1 θ1 R2 θ2 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്, റേഷ്യോ ഓഫ് റേഡിയസ് ആണ് അല്ലേ. R1/R2 അല്ലെങ്കിൽ R2/R1 ഏതെങ്കിലും കണ്ടുപിടിച്ചാൽ മതി. അപ്പം നമുക്കിവിടെ R1 / R2 എന്ന് എഴുതാം അല്ലേ. ഈ R2നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഈ R2 ഇങ്ങനെ മാറിയപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരേ ഉള്ളൂ, θ2 മാത്രമേ ഉള്ളൂ. അപ്പോൾ θ2 പിന്നെ ഇവിടെ നമ്മൾ R1/R2 മാത്രമേ ഉള്ളൂ. ഈ θ1 ഇങ്ങ് കൊണ്ടുവന്നു. അപ്പം
θ1 ആയി. മനസ്സിലായല്ലോ? r1/rt, r2നെയും കൊണ്ടുവന്നു, ഈ θ2നെ θ1നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നമുക്ക് റേഷ്യോ ഓഫ് റേഡിയസ് ആയി. നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. θ2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 110 ഡിഗ്രി ആണ് അല്ലേ? ഇവിടെ നമുക്കറിയാം തീറ്റ എന്ന് പറഞ്ഞാൽ എപ്പോഴും റേഡിയനിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? 110 ഡിഗ്രിയെ എന്ത് ചെയ്യണം? π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആരായിട്ട് മാറി? റേഡിയനായിട്ട് മാറി. θ1 എത്രയാണ്? 65 ഡിഗ്രിയാണ്. അപ്പോൾ 65 × π/180. ഇനി നോക്കിക്കേ, ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ? ഈ π/180 ക്യാൻസൽ ചെയ്ത് കളയാം. ഇത് സോൾവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ബാക്കി എന്താണ് വന്നത്? 110 / 65. നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം അല്ലേ? അപ്പോൾ ഒരു 1 3 എന്ന് വരും, പിന്നെ 2 22 എന്ന് വരും. അതായത് 22 r1/r2. r1 / r2 എന്ന് പറയുന്നത് എത്രയാണ്? 22/13 ആണ്. അതായത് r1/r2 എന്ന് വെച്ചാൽ എന്താണ്? r1 r2 = 22 13. ഇതാണ് റേഷ്യോ ഓഫ് ദ റേഡിയ എന്ന് പറയുന്നത്. സിമിലർ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം ടെക്സ്റ്റിലെ തന്നെ. ഇഫ് ഇൻ 2 സർക്കിൾ ദ ആർക്ക് ഓഫ് സെയിം ലെങ്ത് subtend ആംഗിൾ 60 ഡിഗ്രി ആൻഡ് 75 ഡിഗ്രി അറ്റ് ദ സെന്റർ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ റേഡിയ. അപ്പോൾ നമ്മൾ പഠിച്ചു, നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് കാണും ഇത്. അതായത് 2 സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൻ്റെ ഫസ്റ്റ് സർക്കിളിന് ഞാനിപ്പം ഇതാണ് അതിൻ്റെ ആർക്ക് എന്ന് പറയുന്നത്. ആ ആർക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. പിന്നെ വേറൊരു സർക്കിളുണ്ട്, അതിലും വേറൊരു ആർക്കുണ്ട്, അതിൻ്റെ ആർക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണെന്ന് ക്വസ്റ്റിൽ പറയുന്നത്. സെയിം ലെങ്ത് ആണെന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ട്. പിന്നെ അത് സെൻറ്ററിൽ മേക്കുന്ന ആംഗിൾ പക്ഷേ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഫസ്റ്റിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഇവിടെ θ1 തന്നെ മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ θ2 എന്ന് കൊടുക്കുകയാണ്. ഇതിന് റേഡിയസ് r1 എന്ന് കൊടുക്കുകയാണ്, റേഡിയസ് r2 എന്ന് കൊടുക്കുകയാണ്. മുമ്പ് കൊടുത്ത പോലെ തന്നെയാണ്. നമുക്കറിയാം ഇക്വേഷൻ L = r θ ആണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം, രണ്ടും ഇക്വേറ്റ് ചെയ്യാം അല്ലേ? L = r θ ആണ്. അപ്പോൾ രണ്ട് ലെങ്ത്തും സെയിം ആണ്. L = r1 θ1 = r2 θ2 ആണ്. നമുക്ക് വേണ്ടുന്നത് റേഷ്യോ ഓഫ് ദ റേഡിയസ് ആണ്. അതായത് r1/r2 ആണ് വേണ്ടുന്നത്. = എന്താണ്? θ2 / θ1 ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റനിൽ θ1 θ2 തന്നിട്ടുണ്ട്. ഫസ്റ്റ് സർക്കിളിൽ നമുക്കിപ്പോൾ അത്, അപ്പോൾ ഇവിടെ θ1 എന്ന് പറയുന്നത് ഫസ്റ്റ് സർക്കിളിൻ്റെത് 60 ഡിഗ്രിയാണ് ആംഗിൾ മേക്ക് ചെയ്യുന്ന പറയുന്നുണ്ട്. θ2 എന്ന് പറയുന്നത് 75 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം 60. ഫസ്റ്റ് θ2 കൊടുക്കുകയാണ്. θ2 എന്ന് പറയുന്നത് 75 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ 75 × π/180 / 60 × π/180. π/180 ക്യാൻസൽ ആയി പോകും. പിന്നെ ബാക്കിയുള്ളത് 5/4 എന്നായിരിക്കും. അതായത് r1 r2 എന്ന് പറയുന്നത് 5:4 ആയിരിക്കും. അടുത്തൊരു ഈസി ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഇൻ വിച്ച് എ സെൻട്രൽ ആംഗിൾ ഓഫ് 60 ഡിഗ്രി ഇന്റർസെപ്റ്റ് ആൻ ആർക്ക് ഓഫ് ലെങ്ത് 37.4 സെന്റിമീറ്റർ. യൂസ് π = 22/7. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കിളുണ്ട്. സർക്കിളിൻ്റെ റേഡിയസ് ഇപ്പം ഞാനിപ്പോൾ ഒരു റേഡിയസ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുകയാണ്, വേറെ റേഡിയസിന് ഇപ്പോൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുകയാണ്. ഈ രണ്ട് റേഡിയസും കൂടെ ഒരു ആംഗിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. എത്രയാണ്? 60 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ആർക്ക് ലെങ്ത് ക്വസ്റ്റിൽ പറയുന്നുണ്ട് എത്രയാണ്? 37.4 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റേഡിയസ് കണ്ടുപിടിക്കാനായിട്ടാണ്. ഇവിടുത്തെ റേഡിയസ് കണ്ടുപിടിക്കാനാണ്. റേഡിയസിന് ഇപ്പോൾ 6 എന്ന് കൊടുക്കുകയാണ്. നമുക്ക് ഈക്വേഷൻ അറിയാം, L = r θ ആണ്. ഇതിൽ L എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? L = 37.4 സെന്റിമീറ്റർ. അതായത് ഈ ആർക്കിൻ്റെ ലെങ്ത് ആണ് എപ്പോഴും L എന്ന് പറയുന്നത്. ഇനി ആറാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റിൽ? 60 ഡിഗ്രിയാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡിഗ്രിയിലല്ല വേണ്ടത്, അത് മറക്കില്ല കേട്ടോ. ഡിഗ്രിയിലല്ല, π/180 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു ഡിഗ്രിയെ റേഡിയനിലേക്ക് മാറ്റാനായിട്ട്. ക്യാൻസൽ ചെയ്യുമ്പോൾ 3 വരും. അതായത് π/3 എന്ന് വരും. ഇനി ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി അല്ലേ? ആറാണ് കണ്ടുപിടിക്കാനുണ്ട്. ആറ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? r = ഇക്വേഷനിൽ നിന്നും L /θ എന്ന് കൊടുത്താൽ മതി. L എന്ന് പറയുന്നത് 37.4 ആണ്. /θ നമ്മളിവിടെ റേഡിയനിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? π/3 ആണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ക്വസ്റ്റിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു പൈൻ്റെ വാല്യൂ എത്ര എടുക്കാനാണ് പറഞ്ഞത്? 22/7 എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 37.4 22/7 ആണ് അല്ലെ? 22/7 ആണ് പൈൻ്റെ വാല്യൂ. ഈ 3 അങ്ങ് ന്യൂമറേറ്ററിലേക്ക് പോകുന്നത് 7ഉം പോകും കേട്ടോ. അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. അത് അപ്പോൾ നമുക്ക് കിട്ടുന്നത് സോൾവ് ചെയ്യുക. കിട്ടുന്നത് 35.7 സെന്റിമീറ്റർ ആണ് കിട്ടും. കാൽക്കുലേറ്റർ കാണിക്കാം. അതായത് 37.4 × 3 × 7 ഈക്വൽ കൊടുക്കുക /22.
നോക്കിയാൽ 35.7 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻ എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 40 സെന്റിമീറ്റർ ദ ലെങ്ത് ഓഫ് എ കോഡ് ഈസ് 20 സെന്റിമീറ്റർ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ മൈനർ ആർക്ക് ഓഫ് ദി കോഡ്. അതായത് സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ ആണ്. അതായത് സർക്കിൾ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും അല്ലേ. ഇത് എത്രയാണെന്ന് നമുക്കറിയാം, 40 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു കോഡിന്റെ ലെങ്തോട് പറയുന്നുണ്ട്. കോഡിന്റെ ലെങ്ത് 20 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഈ സർക്കിളിൽ 2 പോയിന്റ്സിനെ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് കോഡ് എന്ന് പറയുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഒരു കോഡ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. അതായത് ഇതാണ് കോഡെന്ന് വിചാരിച്ചോളൂ. ഈ 2 പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യുകയാണ് കോഡെന്ന് പറയുന്നത്. അപ്പം ഇതും കോഡാണോ, ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് കോഡാണോ? ആണല്ലേ. കാര്യം എന്താണ്, ഇതും 2 സർക്കിൾ 2 പോയിന്റ്സ് കണക്ട് ചെയ്തിട്ട് വരയ്ക്കുന്ന ലൈനാണ്. അപ്പം ഡയമീറ്റർ നമുക്ക് ഓൾറെഡി പറഞ്ഞു. ഇനി ഒരു കോഡിന്റെ ലെങ്ത് കൂടെ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? അപ്പോൾ കോഡ് ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. കോഡിന്റെ ലെങ്ത് 20 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. ഇത് 20 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി മൈനർ ആർക്ക് ഓഫ് ദി കോഡ്. അതായത് കോഡ് 20 സെന്റിമീറ്റർ ഉണ്ട്, അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആർക്കിന്റെ മൈനർ ആർക്കിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യൻ. അതായത് ഈ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ടാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് നമുക്ക് അറിയാവുന്ന ഒരൊറ്റ ഇക്വേഷൻ എന്താണ്? L = r θ. ഇതെങ്ങനെയാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ ഇതാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഈ സെന്ററിലേക്ക് ലൈൻ വരയ്ക്കാം അല്ലേ. കാര്യം നമുക്ക് റേഡിയസ് ആണ് വേണ്ടത്. ആ ആർക്കിന്റെ റേഡിയസ് ആണ്. ഈ ആർക്കിന്റെ റേഡിയസ് പറയുമ്പോൾ ആ 2 എൻഡ് പോയിന്റ്സിൽ നിന്ന് സെന്ററിലേക്ക് മാർക്ക് ചെയ്യുമ്പോഴാണ് ആർക്കിന്റെ റേഡിയസ് വരുന്നത് അല്ലേ. അപ്പോൾ ആർക്കിന്റെ റേഡിയസ് അറിയാമോ? അറിയാം. എന്താണ് ക്വസ്റ്റില് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ 40 സെന്റിമീറ്റർ എന്ന് പറഞ്ഞത്. ഡയമീറ്റർ ഇവിടെ നിന്ന് ഇവിടെ വരെ 40 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേഡിയസ് എത്ര ആയിരിക്കും? ഇതിന്റെ പകുതി ആയിരിക്കും അല്ലേ. ടോട്ടൽ 40 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതിയാണ് ആരെന്ന് പറയുന്നത്? റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും റേഡിയസ് നമുക്കറിയാം എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ്. ഇതും ഒരു റേഡിയസ് ആണ് അല്ലേ. സർക്കിളിന്റെ റേഡിയസ് തന്നെയാണ് ഇതും സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പോൾ ഒരു റേഡിയസ് നമ്മളോട് കണ്ടുപിടിച്ചു. എത്രയാണ്? 20 സെന്റിമീറ്റർ കണ്ടുപിടിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഇതും എത്രയാണ്? 20 ആണ്. ഇതും എത്രയാണ്? 20 ആണ്. അപ്പോൾ നോക്കിക്കേ, റേഡിയസ് നമുക്ക് കിട്ടി. ലെങ്ത് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. റേഡിയസ് എത്രയാണെന്ന് കിട്ടി? റേഡിയസ് r = 20 സെന്റിമീറ്റർ ആണ് കിട്ടി. ഇനി നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ തീറ്റ ആംഗിൾ വേണം. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ക്രിയേറ്റഡ് ആംഗിൾ ആണ്. അതാ ഈ ആംഗിളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത്രയും തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് ആ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഇവിടെ നോക്കിയേ, ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. അതായത് ഇതിന്റെ ലെങ്ത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? കോഡിന്റെ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ്. ഈ 2 റേഡിയസിന്റെ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 20 ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? എല്ലാത്തിന്റെ ലെങ്ത് സെയിം ആയിട്ട് മാറി. അപ്പോൾ ഇതെന്താണ്? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ സൈഡും സെയിം ആയിരിക്കും അല്ലേ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡും സെയിം ആയിരിക്കും. ഇതിപ്പോൾ 2 സെന്റിമീറ്റർ ആണ്, ഇത് 2 സെന്റിമീറ്റർ ആണ്, ഇതും 2 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് 10 ആണെങ്കിൽ ഇത് 10 ആണ്, ഇത് 10 ആയിരിക്കും. അതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ മറ്റൊരു പ്രത്യേകത ഉണ്ട്. അതിന്റെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സൈഡ് മാത്രമല്ല, അതിന്റെ ആംഗിൾസ് അകത്തുണ്ടാവുന്ന ഈ ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. അതെത്രയാണ്? നമുക്കറിയാം. ഒരു ട്രയാങ്കിളിലെ ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര ആംഗിൾസ് ആണ് ഇവിടെ ഉള്ളത്? 3 ആംഗിൾസ് ആണ്. 3ഉം ഈക്വൽ ആണ് അല്ലേ. അപ്പം 3ഉം ഈക്വൽ ആയതുകൊണ്ട് 180/3 കൊടുക്കാം. അതായത് 60 ഡിഗ്രിയാണ്. അതായത് ഇത്രേ ഉള്ളൂ. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഇത് 60 ആണ്, ഇത് 60 ആണ്, ഇതും 60 ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിളിലെ എല്ലാ സൈഡും സെയിം ആയിരിക്കും. അതുപോലെ ആംഗിൾസ് എപ്പോഴും ഇപ്പം അത് ഏത് ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ 100 സെന്റിമീറ്റർ ആണെങ്കിൽ പോലും അകത്തുണ്ടാകുന്ന ആംഗിൾ എപ്പോഴും എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആംഗിളും കിട്ടിയല്ലേ. എത്രയാണ്? 60 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നോക്കിക്കേ, റേഡിയസ് 20 സെന്റിമീറ്റർ ആണെന്നറിയാം, ആംഗിൾ 60 ഡിഗ്രി ആണെന്നറിയാം. ഇനി എളുപ്പം കണ്ടുപിടിക്കാം അല്ലെ. ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. തീറ്റ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. ഡിഗ്രി ഇൻറ്റു π/180 ചെയ്യുക റേഡിയലാക്കാനായിട്ട്. π/3 എന്ന് വരും. ഇനിയും L = r θ കൊടുക്കുക. r 20 ആണ് ഇൻറ്റു π/3. പൈൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? ഒന്ന് 3.4 ഇടുക, 14 ഇടുക, അല്ലെന്നുണ്ടെങ്കിൽ 22/7 ഇടുക. അപ്പോൾ ഈ 20 ഇൻറ്റു പൈക്ക് പകരം എന്ത് കിട്ടു? 22/7/3 എന്ന് കൊടുത്തു. അതായത് 20 ഇൻറ്റു 22/7/3 കൊടുത്തു. 440/21 എന്ന് വരും. അതായത് 20.95 സെന്റിമീറ്റർ എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ വീൽ മേക്സ് 360 ഡിഗ്രി ഇൻ 1 മിനിറ്റ്
ത്രൂ ഹൗ മെനി റേഡിയൻസ് ഡസ് ഇറ്റ് ടേൺ ഇൻ 1 സെക്കൻഡ്. അതായത് വീലിന്റെ കാര്യമാണ് പറയുന്നത്. വീല് 1 മിനിറ്റിൽ 360 റെവല്യൂഷൻസ് കംപ്ലീറ്റ് ചെയ്യും. അതായത് 1 മിനിറ്റ് എടുക്കുമ്പോൾ 1 മിനിറ്റ് ടൈം നോക്കിക്കഴിഞ്ഞാൽ അത് എത്രയാണ്? 360 പ്രാവശ്യം അത് റൊട്ടേറ്റ് ചെയ്യും. 1 മിനിറ്റിൽ 360 പ്രാവശ്യം ആ ഒരു വീല് കറങ്ങുമെന്നാണ് പറയുന്നത്. 1 സെക്കൻഡിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 സെക്കൻഡിൽ എത്ര റേഡിയൻസ് അത് കവർ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. നോക്കി, 1 മിനിറ്റിൽ എത്ര പ്രാവശ്യം കറങ്ങുമെന്നാണ് പറഞ്ഞത്? 360 പ്രാവശ്യം ഒരു വീല് റൊട്ടേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? 1 സെക്കൻഡിൽ എത്ര റേഡിയൻ കവർ ചെയ്യുന്നതാണ് ചോദ്യം. 1 സെക്കൻഡിലാണ്. നമുക്കറിയാം 1 മിനിറ്റിൽ 360 റെവല്യൂഷൻസ് അത് കംപ്ലീറ്റ് ചെയ്യും. 360 പ്രാവശ്യം കറങ്ങും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 സെക്കൻഡിൽ എത്ര പ്രാവശ്യം കറങ്ങും? നമുക്കറിയാം 1 മിനിറ്റ് എന്ന് വെച്ചാൽ എത്ര സെക്കൻഡാണ് നമുക്കറിയാം? 60 സെക്കൻഡ് ആണെന്നറിയാം അല്ലേ? അപ്പോൾ 60 സെക്കൻഡിൽ എത്ര പ്രാവശ്യം കറങ്ങും? 360 റെവല്യൂഷൻസ് അത് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 സെക്കൻഡിൽ എത്ര റെവല്യൂഷൻസ് കംപ്ലീറ്റ് ചെയ്യുക? 360 ഡിവൈഡഡ് ബൈ 60 ആണ് അല്ലേ? 360നെ ഈ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 സെക്കൻഡിൽ എത്ര പ്രാവശ്യം കറങ്ങുമെന്ന് കിട്ടും. അതായത് 6 റെവല്യൂഷൻസ് ആണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? 1 സെക്കൻഡിൽ എത്ര പ്രാവശ്യം കറങ്ങും? 1 മിനിറ്റിൽ 360 പ്രാവശ്യം കറങ്ങും. 1 സെക്കൻഡിലാണെങ്കിൽ 6 റെവല്യൂഷൻസ് ആണ് കറങ്ങുന്നത്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6 റെവല്യൂഷൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് എത്ര ആംഗിൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. എത്ര റേഡിയൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഡിഗ്രി അല്ല, എത്ര റേഡിയൻ. റേഡിയൻ എന്ന് വെച്ചാൽ എന്താണ്? ആംഗിളിന്റെ മറ്റൊരു മെഷറാണ് അല്ലേ? ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര ആംഗിൾ ആയിരിക്കും ഇത് എടുക്കുക? നമുക്കതറിയാം. അതായത് ഈ സെന്ററിനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ സെന്റർ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ആംഗിൾ എടുക്കുക? നമുക്കറിയാം 360 ഡിഗ്രി ആണ് എടുക്കുന്നത് അല്ലേ? 360 ഡിഗ്രി അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള റേഡിയൻ എത്രയാണ്? 2π ആണ്. അതായത് ഇത് ഇവിടെ നിന്ന് കറങ്ങി ഇവിടെ വരെ എത്തുമ്പോഴത്തേക്കും അത് എത്ര ആംഗിൾ അത് എടുത്തു? 2π അല്ലെങ്കിൽ 360 ഡിഗ്രി എടുക്കും. ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ആംഗിളാണ് എടുക്കുന്നത്? 2π റേഡിയൻ ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് റേഡിയനിലാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് റേഡിയനിൽ തന്നെ എഴുതാം. 2π റേഡിയൻ എടുക്കും. അങ്ങനെ 1 സെക്കൻഡിൽ എത്ര റെവല്യൂഷൻസ് ഉണ്ട്? ഒരു റെവല്യൂഷന് 2π ആണ് എടുക്കുന്നത്. 1 സെക്കൻഡിൽ എത്ര റെവല്യൂഷൻ പോയി? 6 റെവല്യൂഷൻ പോയി. അപ്പോൾ 6 റെവല്യൂഷനിൽ എത്ര ആംഗിൾ അത് പോകും? 6 × 2π, അതായത് 12π എന്ന് വരും. ഇതായിരുന്നു ക്വസ്റ്റ്യൻ നോക്കാം. Find the angle in radian through which a pendulum swings if its length is 75 cm and the tip describes an arc of length 10 cm, 15 cm and 21 cm. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു പെൻഡുലത്തിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. പെൻഡുലത്തിന് നമുക്കറിയാം ഇവിടെയാണ് ഇപ്പോൾ പെൻഡുലം നീക്കുന്നതെന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ ഫസ്റ്റ് എൻ്റെ പോയിന്റ് ഇവിടെ ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ പെൻഡുലം ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുമല്ല അല്ലേ? അതായത് ഇതിനെ ഒരു പോയിൻ്റായിട്ട് വെച്ചുകൊണ്ട് പെൻഡുലം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിങ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടും സ്വിങ് ചെയ്തുകൊണ്ടിരിക്കും. പെൻഡുലത്തിൻ്റെ ലെങ്ത് ക്വസ്റ്റിൽ പറയുന്നുണ്ട് 75 സെൻറ്റിമീറ്റർ ആണ് പെൻഡുലത്തിൻ്റെ ലെങ്ത്. അതായത് ഈ ലെങ്ത് ഇത് 75 ആണ്, ഇത് 75 ആയിരിക്കും, ഇത് 75 ആയിരിക്കും. ഏത് പോയിന്റിലോട്ട് പോയാലും പെൻഡുലത്തിൻ്റെ ലെങ്ത് എപ്പോഴും എന്തായിരിക്കും? 75 ആണ്. ക്വസ്റ്റിൽ നോക്കിയേ, ആംഗിളാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഇഫ് ദ ടിപ്പ് ഡിസ്ക്രൈബ്സ് ആൻ ആർക്ക് ലെങ്ത് ഓഫ് ഫസ്റ്റ് 10 സെൻറ്റിമീറ്റർ. അതായത് ഈ പെൻഡുലം ഇവിടെ നിന്നും ഇവിടെ വരെ പോയെന്ന് വിചാരിച്ചോളൂ. അതിൻ്റെ ലെങ്ത് തന്നിട്ടുള്ളത് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റിലാണ് ഈ ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ആംഗിൾ ഇൻ റേഡിയൻ ആണ്. അതായത് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആംഗിൾ എത്രയാണ് കണ്ടുപിടിക്കണം. ആംഗിൾ ഇപ്പോൾ തീറ്റ എന്ന് കൊടുക്കുകയാണ്. നമുക്കറിയാം L = R × തീറ്റ ആണ് നമുക്കറിയാം. ലെങ്ത് എത്രയാണ് നമുക്കറിയാം? ഫസ്റ്റ് ക്വസ്റ്റിലെ ലെങ്ത് തന്ന് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ 10 സെൻറ്റിമീറ്റർ = R എന്ന് പറഞ്ഞാൽ എത്രയാണ്? 75 സെൻറ്റിമീറ്റർ ആണ് നമുക്കറിയാം. 75 × തീറ്റ എന്ന് പറയുന്നത് അറിയത്തില്ല അല്ലേ? തീറ്റ റേഡിയനിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ തീറ്റ കൊടുത്തു. തീറ്റ ഇവിടെ റേഡിയനിൽ തന്നെയാണ് നമ്മൾ എപ്പോഴും ഇടുന്നത് അല്ലേ? അപ്പം നമുക്ക് ആൻസർ കിട്ടുന്നത് എന്തിലായിരിക്കും? റേഡിയനിലായിരിക്കും. അപ്പോൾ കൺവേർട്ട് ചെയ്യേണ്ട കാര്യമൊന്നും എളുപ്പമാണ്. അപ്പോൾ തീറ്റ = 10 ഡിവൈഡഡ് ബൈ 75 എന്ന് വരും. അതായത് നമുക്ക് 2 ഡിവൈഡഡ് ബൈ 15 എന്ന് വരും. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഇതിൻ്റെ ലെങ്ത് 15 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിയാൽ തീറ്റ അങ്ങനെ എഴുതാം. തീറ്റ = L ഡിവൈഡഡ് ബൈ R ആണെന്ന് എഴുതാം അല്ലേ? തീറ്റ = L / R ആണെന്ന് എഴുതാം. ഇവിടെ L എന്ന് പറയുന്നത് എത്രയാണ്? 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 15 ഡിവൈഡഡ് ബൈ R എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അപ്പോൾ 75 ആണ്. സോൾവ് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1/15
5 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റിനിൽ ലെങ്ത് എത്രയാണ്? 21 സെൻറ്റിമീറ്റർ ആണ്. 15 ആണ്, 21 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? തീറ്റ ഈക്വൽ ടു L/R ആണ്. ലെങ്ത്തിന് പകരം 21 കൊടുക്കുക, ഡിവൈഡഡ് ബൈ 75 ചെയ്യുക, 7 ഡിവൈഡഡ് ബൈ 25.